നമസ്കാരം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. നൗഷാദ് തക്കീൽ എന്നാണ് പേര്. മനാഫ് അവിടെ ശെരൂരിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ സമയത്ത് ഇവിടെ ബന്ധപ്പെട്ടവരെ, അധികാരികളെ കാണാനും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂടെ നിന്ന, മനാഫിൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന ഒരു വ്യക്തിയാണ് നൗഷാദ് തക്കീൽ. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം തന്നെ പറയും. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ഈ വിഷയം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ അർജുനെ കാണാതായി. ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളോട് പല ആളുകളും, ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ നമ്മളോട് ചോദിക്കും, അർജുനെ കിട്ടിയോ, വണ്ടി കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി, അതിന് മുമ്പ് സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ കലക്ട്രേറ്റിന് മുമ്പിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയത്. പിന്നെ ട്രേഡ് യൂണിയൻ്റെ എല്ലാവരുടെയും അതുപോലെ തന്നെ മറ്റു ലോറി ഉടമകളുടെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ സഹകര്യത്തോടു കൂടി ഞങ്ങൾ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും സമീപിക്കുകയും ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഒരു കാര്യം പറയാം, ഇരു സർക്കാരുകളും ജനപ്രതിനിധികളും വളരെ ശക്തമായിട്ട് മനാഫിൻ്റെ കൂടെ, അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് സത്യം തന്നെയാണ്. പിന്നെ കുറച്ച് ലാഘവത്തോടുള്ള പ്രവർത്തനം വരുന്ന സമയത്ത് എല്ലാവരും ഇടപെടുകയും തിരച്ചിൽ സജീവമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പിന്നെ ഡ്രഡ്ജർ കുറച്ച് സമയം വൈകിയപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കേരളത്തിൽ നിന്ന് തെരച്ചിലിനാവശ്യമായ ഡ്രഡ്ജറാണെങ്കിൽ അതും, അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും, അതുപോലെ മുങ്ങൽ വിദഗ്ധരെ അടക്കം ഞങ്ങൾ കൊണ്ടുപോകാൻ കമ്മിറ്റിയുടെ പൂർണ്ണ ചെലവിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതും മുഖ്യമന്ത്രി പരിഗണിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ താഴേക്കിടയിലേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ കമ്മിറ്റിയുടെ ആളുകൾ ശിരൂരിൽ പോയി അർജുൻ്റെ അവിടെയുള്ള കുടുംബത്തിനെയും മനാഫിനെയും കാണുകയും അവിടെയുള്ള കലക്ടറോടും SP-യോടും അതേപോലത്തെ മുഖ്യമന്ത്രിയോടും ഒക്കെ മെയിൽ മുഖാന്തരം അല്ലാതെയും ഈ വിഷയത്തിൽ സജീവമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താനും, കേരളത്തിൻ്റെ ഒരാവശ്യമാണ്, കേരളത്തിൻ്റെ പൊതു മനസ്സ് നമ്മുടെ അർജുനെ കണ്ടെത്തലാണ് എന്നുള്ള രീതിയിൽ അവരാരും ആ മൈൻഡിൽ എടുത്തില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അവരെല്ലാവരും അതേ രീതിയിൽ തന്നെയാണ്, ഗൗരവമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് സത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും. എങ്കിലും ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ശ്രമിച്ചിരുന്നു ഞങ്ങൾ. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അത് കൂടാതെ തന്നെ നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് പോവുകയും അവിടെ നിന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട അവിടുത്തെ കാർവാർ MLA കാണാനും ബന്ധപ്പെടാനും അദ്ദേഹത്തിന് ഞങ്ങൾ രേഖാപ്രകാരം ഞങ്ങൾ എഴുത്തുകൾ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കേരള മനസ്സിൻ്റെ ഒരു പൊതു ഐക്യം, മനുഷ്യൻ എന്താണെന്നും നന്മ എന്താണെന്നും നമുക്ക് കാണിച്ചു തന്നത് കുറേ വിഷയങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സജീവമായി നിന്നത് നമ്മുടെ ഈ വിഷയത്തിലാണ്. നമ്മുടെ അർജുൻ എവിടെ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് പുറത്തിറങ്ങി പോകുന്ന, സ്കൂളിൽ പോകുന്ന കുട്ടി, എൻ്റെ മകൻ പോലും സ്കൂളിൽ പോയി വരുന്ന സമയത്ത് അർജുനെ കിട്ടിയോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിൻ്റെ മനസ്സിൽ എന്തുമാത്രം നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിയിട്ടുള്ള, കാരണം അവിടെ അർജുന് വേണ്ടിയിട്ട് മനാഫ് ഇറങ്ങുമ്പോൾ ഇവിടെ അർജുന് വേണ്ടിയിട്ട് ഇവിടെയും ഒരു കൂട്ടം, നമുക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. പല ഭാഗത്തുണ്ടാകുന്നു. ഏതായാലും സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ വൈകിയ വേളയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ മനാഫിൻ്റെ വീട്ടിലാണുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പറയാം.